റിസോർട്ടിൽ നിന്ന് വെക്കേറ്റ് ചെയ്ത് പുറത്തിറങ്ങിയപ്പോൾ ഇവിടെ വന്നപ്പോൾ ചാർലി പോയിൻ്റ് എന്ന സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ വരെ വന്നാൽ അവിടെ നേരത്തെ ഒരു തടാകം പോലെ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അതൊന്നുമില്ല. അങ്ങോട്ട് പോകണോ വേണ്ടോ എന്നിരിക്കും. നല്ല വെയിലും ഇപ്പോൾ ഉണ്ട്. വെയിലില്ലാതെ തണലത്ത് നിൽക്കുമ്പോൾ നല്ല തണുപ്പും, അത്യാവശ്യം നല്ല തണുപ്പും, അല്ലെങ്കിൽ നല്ല വെയിലുമാണ്. ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഒരു ഗ്രാമപ്രദേശം. ഒരു ദൂരെ ഒരു ടെമ്പിളൊക്കെ ഉണ്ട്. ഒരു തമിഴ് സ്റ്റൈൽ ടെമ്പിളൊക്കെയാണ്. ഇവിടെയുള്ള മനുഷ്യർ ഏകദേശം തമിഴ് ടച്ചുള്ളവരാണ് ഇവിടെ ഉള്ളത്. തമിഴൊക്കെ എഴുതിയിട്ടുണ്ട്. ചാർലി പോയിന്റിലോട്ടുള്ള വഴി കാണുന്നതാണ്. ഇത് മൊത്തം തേയിലത്തോപ്പുകളാണ്. അടിപൊളി. ഇവിടെ അങ്ങോട്ട് കാണാം. ഇവിടെയൊക്കെ എനിക്ക് തോന്നുന്നു ഇവിടെയൊക്കെ വൈകിട്ട് വന്നാൽ നല്ല തണുപ്പായിരിക്കും. കോടയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ്. കാറ്റാടി മരങ്ങളും അതെ, ഇടയ്ക്കിടയ്ക്ക് ഓരോ കാറ്റാടി മരങ്ങൾ കണ്ടല്ലേ. അങ്ങും ഉണ്ടൊരു മരം, മൊട്ടക്കുന്ന് പോലെ. ഇതാണ് ചാർലി വ്യൂ പോയിന്റ് എന്ന് പറയുന്നത്. ഇത് ആ തേയിലത്തോട്ടത്തിനിടയിൽ കൂടെ കാണുമ്പോഴാണ് വ്യൂ. അവിടെ നമ്മൾ 2-3 ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് തൊട്ടപ്പുറത്ത് തന്നെ ഒരു അതായത് കുളം പോലെ സ്ഥലമുണ്ട്. ഇപ്പോൾ അതൊക്കെ വറ്റി വരട്ട് കിടക്കുകയാണ്. അത് അവിടെ നേരത്തെ 2 സൈഡിലും ഇങ്ങനെ കുളം പോലെ ഉണ്ടായിട്ട് അവിടെ ചാർലി ഫിലിം ഷൂട്ട് ചെയ്തത്. ചാർലിയുടെ ലൊക്കേഷനാണ്. ഇതാണ് ഞാൻ പറഞ്ഞ കുളം. ഇവിടെയും ഈ മഴ സമയത്ത് നല്ല വെള്ളമായിരിക്കും. ഇപ്പം കാണാൻ വേറൊരു ഭംഗിയാണ്. തൊട്ടപ്പുറത്തുണ്ട് ഈ വഴിയുടെ 2 സൈഡിലും കുളം പോലെ. അപ്പോൾ ഇവിടെ വെച്ചാണ് ഷൂട്ടിംഗ് നടന്നത്. അതിൻ്റെ തേയിലത്തോട്ടത്തിൽ റൈറ്റ് സൈഡിൽ നമുക്ക് നോക്കിയ ഒരു ബിൽഡിംഗ് കാണാം. അത് ആ സിനിമയിൽ അനാഥാലയം പോലെ കാണുന്നത്. അതൊരു സ്കൂളാണ് ശരിക്കും. ഫിലിമിൽ അതൊരു അനാഥാലയമായിട്ടാണ് കാണിച്ചേക്കുന്നത്. ദൂരെയുണ്ട്. ഈ സൈഡും വെള്ളമാണ്. എനിക്ക് തോന്നുന്നു ഈ ഇവിടെ ആയിരിക്കും ഷൂട്ട് നടന്നത്. ഈ റൈറ്റ് സൈഡ് കാണുന്നിടത്താണ് ഷൂട്ട് നടന്നതെന്ന് തോന്നുന്നത്. അതുകൊണ്ട് ആ കാണുന്നതാണെന്ന് തോന്നുന്നു. ഈ പറഞ്ഞ പോലെ അനാഥാലയം. ഇപ്പോൾ സ്കൂളാണ്. ഷൂട്ടിങ്ങിൽ അനാഥാലയമായിരുന്നു. ഇതുവഴി 2 സൈഡിന് നടുക്കൂടുള്ള വഴിയായത്. ഇത് അങ്ങോട്ട് പോകുമ്പോൾ അങ്ങനെ 2 സൈഡിലും ഈ പറഞ്ഞ പോലെ തേയിലത്തോട്ടങ്ങളും അങ്ങോട്ട് അങ്ങനെ കിടക്കുക. നല്ല വഴിയുണ്ട്. പക്ഷേ ഈ വൈകുന്നേരം വരുവാണെങ്കിൽ നമുക്ക് നല്ല തണുപ്പ്. ഈ ചൂടെന്ന് പറഞ്ഞാലും ഇടയ്ക്ക് നല്ല കാറ്റടിക്കുന്നുണ്ട്. ഇപ്പോൾ തണുത്ത കാറ്റാണ് വരുന്നത്. പിന്നെ അങ്ങോട്ട് നടക്കാനാണ് ഒത്തിരി ഉണ്ട്. പിന്നെ ഇപ്പം നട്ടുച്ചയാണ് നമ്മൾ വന്ന സമയം. അതുകൊണ്ട് അധികം നടക്കുന്നില്ല. നമ്മൾ കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ തിരിച്ചു പോകും. ഈ ചൂടത്ത് ഇതിൻ്റെ അത് ചെറിയ ഉറവയുണ്ട്. ആ ചൊറവയിൽ കൂടെ വന്ന വെള്ളമായി കാണുന്നത്. അത് മഴയാകുമ്പം നല്ല വെള്ളം കാണും ഇതിൻ്റെ അകത്ത്. അപ്പം ഇവിടെ കാണാൻ വേറെ ഭംഗിയാണ്. ഈ പച്ചപ്പൊക്കെ ചൂടെ നല്ലതായി തേയിലയൊക്കെ നല്ല പച്ചപ്പൊക്കെ ആയിട്ട് കാണാൻ ഭയങ്കര ഭംഗിയാണ്. നമ്മൾ സോഷ്യൽ മീഡിയയൊക്കെ ഒത്തിരി വീഡിയോസ് കണ്ടിട്ടുള്ളതാണ്. ഞാൻ ഫസ്റ്റ് ടൈം ഇവിടെ വരുന്നത്. പിന്നെ ഈ വഴി അങ്ങോട്ട് പോയാൽ ഇങ്ങനെ നടക്കാൻ ഒത്തിരി ഉണ്ട്. ഈ ഓരോ തേയിലത്തോട്ടും ഇടയ്ക്ക് ഇങ്ങനെ പൈൻ മരങ്ങളുണ്ട്. ഇപ്പോൾ കാറ്റടിക്കുമ്പോൾ ഒരു സൗണ്ട് ഇങ്ങനെ കേൾക്കും. പൈൻ മരങ്ങൾ ആടുമ്പോൾ ഇലകളൊക്കെ മുട്ടുമ്പോൾ ഒരു പ്രത്യേക സൗണ്ടുണ്ട്. അതും ഇങ്ങനെ ഇടയ്ക്ക് കേട്ടോണ്ടിരിക്കും. അവിടെ തേയിലയൊക്കെ പറയുന്ന തൊഴിലാളികളെ വിശ്രമിക്കുക. ഇപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് വിശ്രമിക്കുക. പോയേക്കാം. നമുക്ക് അടുത്ത സ്ഥലം പിടിക്കാം. ഇതൊക്കെ ഇവിടുത്തെ തോട്ടം തൊഴിലാളികൾക്ക് താമസിക്കാനുള്ള സ്ഥലമാണ്. തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലമാണ്. അതായത് തേയില പറിക്കുന്ന തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലമാണ്. ഇവിടെ കൂടുതലും തമിഴ് വംശജരാണ് കൂടുതലുള്ളത്. ഞങ്ങളപ്പം തിരിക്കുകയാണ്. ഇനി അടുത്ത ലക്ഷ്യം പൈൻ വാലി. അടുത്ത സ്ഥലത്ത് എന്നിട്ട് കാണാം. അങ്ങനെ നമ്മളിപ്പം പൈൻ ഫോറസ്റ്റിൽ എത്തിയിരിക്കുകയാണ്. ഇത് കുട്ടിക്കാനത്തുള്ളതാണ്. ഇതിൻ്റെ പേര് തട്ടത്തിക്കാനം പൈൻ ഗാർഡൻ എന്നാണ്. ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുന്നത്. ഇതിനു മുമ്പ് വേറെ 2 പൈൻ ഫോറസ്റ്റിൽ എത്തിയിട്ടുണ്ടെങ്കിലും ഇത് ഇച്ചിരൂടെ നമുക്ക് ഇഷ്ടപ്പെടുന്നൊരു സ്ഥലമാണ്. ഇങ്ങോട്ട് കയറി വരാൻ നല്ല കയറ്റം. ഒന്നീ കയറ് പിടിച്ച് കയറി വരണം, അല്ലാതെ കയറി വരാം. പിന്നെ ഇറങ്ങുമ്പം കയറ് പിടിച്ചല്ലേ ചിലപ്പം തെന്നി വീഴാൻ ചാൻസ് ഉണ്ട്. ഈ പൈൻ മരത്തിൻ്റെ ഇലയൊക്കെ ചവിട്ടി തെന്നി വീഴാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇവിടെ ഇത് ശരിക്കും നട്ട് പിടിപ്പിച്ചതാണ്. ഇത് കറക്റ്റ് ഗ്യാപ്പ് ഇട്ട് ഇവർ നട്ടുപിടിപ്പിച്ച മരങ്ങളാണ്. ഇതിപ്പം കുട്ടിക്കാനം പറയുന്നത് ഏകദേശം സമുദ്രനിരപ്പിൽ നിന്ന് ഒരു 3500 അടി ഹൈറ്റിൽ ഉള്ളൊരു സ്ഥലമാണ് കുട്ടിക്കാനം എന്ന് പറയുന്നത്. അവിടെയുള്ള ഒരു പൈൻ ഫോറസ്റ്റാണ്. നല്ല അത്യാവശ്യം നല്ല ഈ ചൂട് സമയത്തൊക്കെ വരുമ്പോൾ നമുക്ക് നല്ല രസമാണ്. പിന്നെ ഇതൊക്കെ ഇവിടെ ഒരുപക്ഷെ കണ്ട വൈൽഡ് ആനിമൽസിൻ്റെ ഒക്കെ ഫുട് പ്രിൻ്റ് ആയിരിക്കും ഒരു പക്ഷേ. അതവനായ ചാൻസ് അല്ല, ഇവിടെ വെക്കേണ്ട കാര്യമില്ലല്ലോ.
ഞങ്ങളിപ്പോൾ വന്ന ഉച്ച സമയം എന്ന് പറഞ്ഞാലും അത്യാവശ്യം നല്ല ആളുകളുണ്ടായിരുന്നു മേളിൽ ഞങ്ങൾ വന്നപ്പോൾ തന്നെ. ഇപ്പോഴും പിന്നെയും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആളുകൾ. ശരിക്കും പറഞ്ഞാൽ പാർക്കിംഗ് സ്ഥലത്തൊന്നും വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലായിരുന്നു ഈ ഒരു സമയമാണെന്ന് പറഞ്ഞാലും. പിന്നെ നമ്മളിവിടെ വന്നൊന്ന് ഇരിക്കുവാണെങ്കിൽ, നമ്മളൊന്ന് ശ്രദ്ധിക്കുവാണെങ്കിൽ ഒത്തിരി പക്ഷികളുടെ തരത്തിലുള്ള പക്ഷികളുടെയൊക്കെ സൗണ്ട് ഒത്തിരി കേൾക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ അനുഭവം. അങ്ങനെ ഞങ്ങൾ പൈൻ ഫോറസ്റ്റിൽ നിന്ന് കയറും പിടിച്ച് താഴോട്ട് ഇറങ്ങുകയാണ്. ഇനി അടുത്ത ലക്ഷ്യം നമുക്ക് ഭക്ഷണം കഴിക്കണം. ഭക്ഷണം കഴിച്ചിട്ട് നേരെ പാഞ്ചാലിമേട്. ഞങ്ങൾ പാഞ്ചാലിമേലോട്ട് പോകുന്ന വഴിക്ക് കയറിയൊരു ഹോട്ടലാണ്, നല്ല ഭക്ഷണമായിരുന്നു. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ പാഞ്ചാലിമേലോട്ട് പോകാം. അവിടെ നേരെ പിന്നെ തിരിച്ച് വീട്ടിലോട്ട്. അപ്പോൾ ഇവിടുന്ന് ഭക്ഷണം കഴിക്കുന്ന റെസ്റ്റോറൻറ്റ് പുറകോട്ട് നോക്കുമ്പോൾ കാണുന്നൊരു വ്യൂ ആണ്, നല്ല രസമുണ്ട്. അങ്ങ് വണ്ടികളൊക്കെ പോകുന്നതാണ്, അങ്ങ് ദൂരെ വണ്ടികളൊക്കെ പോകുന്നതാണ്. ഇവിടെ നിങ്ങോട്ട് കുറേ മലകളും കുന്നുകളുമാണ്. അങ്ങനെ പാഞ്ചാലിമേടിലേക്ക് പോവാം, അവിടെ നേരെ വീട്ടിലോട്ട്. അപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് ഇപ്പോൾ ഇറങ്ങേ ഉള്ളൂ. നമ്മൾ ലേറ്റായി ഭക്ഷണം കഴിക്കാൻ. കഫേ എക്കോ ഷോപ്പ് എന്ന് പറയുന്നൊരു റെസ്റ്റോറൻറ്റാണ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ ഇറങ്ങി. ഞങ്ങൾ ഇറങ്ങിയേക്കുവാണ്. ഞങ്ങൾ ഭക്ഷണം കഴിച്ച് പാഞ്ചാലിമേട്ടിലിട്ടിരിക്കുകയാണ്. ആദ്യമായിട്ട് മമ്മിയും കൊണ്ട് പോകണം. പാഞ്ചാലിമേട് എത്തി, കുറച്ചൊക്കെ കറങ്ങി. അങ്ങ് മേലോട്ടൊന്നും കയറിയില്ല, നമ്മൾ കുറേ കയറിയിട്ടുണ്ട്, അതുകൊണ്ട് കയറിയില്ല. അതുകൊണ്ട് ഒത്തിരി ലേറ്റ് ആയി, അതുകൊണ്ട് തിരിച്ച് വീട്ടിലോട്ട് പോകാൻ. പാഞ്ചാലിമേടിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്കുള്ള മടക്ക യാത്രയാണ് ഇനിയുള്ളത്. പാഞ്ചാലിമേടിൽ നിന്ന് തിരിച്ചല്ല, പാഞ്ചാലിമേടിൽ നിന്ന് ഇറങ്ങുവാണ് നമ്മൾ. ഇത് കൊച്ചു കുട്ടികളൊക്കെ വന്നാൽ അവർക്ക് കളിക്കാൻ വേണ്ടിയുള്ള ചെറിയ കുറച്ച് ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോഴും. അത് ശരിക്കും ഇപ്പം ഈ ടൈമിൽ ഓപ്പൺ ആക്കിയിട്ടില്ല, കുട്ടികളില്ലാത്തതുകൊണ്ടായിരിക്കും. പിന്നെ സിപ്പ് ലൈനാണിത്. സിപ്പ് ലൈന് ഇവിടുന്ന് താഴെ വരെ ഉള്ളൊരു ഇതാണ് സിപ്പ് ലൈനിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരുന്നത്. അപ്പോൾ നമ്മൾ താഴോട്ട് ഇറങ്ങുകയാണ്. ഈ വഴി അങ്ങോട്ട് പോകുമ്പോൾ ഒരു ക്ഷേത്രമുണ്ട്, ഒരു ദേവീ ക്ഷേത്രം കൊണ്ടാണ്. അങ്ങോട്ട് ഇതിലായിട്ട് ഞാൻ പോയിട്ടില്ല. ആ കയറി പോകുന്ന വഴിയാണ് ക്ഷേത്രത്തിലോട്ടുള്ള വഴി. ദേവീ ക്ഷേത്രമാണ്, ഭുവനേശ്വരി ക്ഷേത്രം എന്നറിയപ്പെടുന്നത്. അതുവഴി ഇതിലായിട്ട് ഞാൻ പോയിട്ടില്ല അങ്ങോട്ട്. അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലേക്കുള്ള യാത്ര തുടങ്ങാൻ പോവാം. ഈ വീഡിയോ ഇവിടെ വരെ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതും വരെ ബൈ.